മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നാം ഇന്ന് കേട്ട വചനഭാഗങ്ങളെല്ലാം തന്നെ ദൈവ വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ചും വചനത്തിന് നമ്മളിൽ ഫലം പുറപ്പെടുവിക്കാൻ പറ്റും എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ സന്ദേശം തന്നെയാണ്. ഇത് പലാവർത്തി നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു വചന ശുശ്രൂഷയൊക്കെ നടത്തുമ്പോൾ ഒരു വചന ശുശ്രൂഷകൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ, പല രീതിയിൽ സ്വീകരിക്കുന്നവരായിരിക്കും പറയുന്ന ഒരേ കാര്യത്തിനുള്ള റെസ്പോൺസ് വ്യത്യസ്തമായ രീതിയിൽ സ്വന്തമാക്കുന്നവരായിരിക്കും. നമ്മൾ ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പിനൊക്കെ നമ്മൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ കാരിസ്മയിലൊക്കെ ധ്യാനം നടക്കുമ്പോൾ, പ്രത്യേകിച്ച് കുട്ടികളുടെ ധ്യാനം നടക്കുമ്പോൾ, നേരത്തെ ടീൻസ് റിട്രീറ്റ് എന്ന് പറഞ്ഞ ഒറ്റ ധ്യാനം ഉള്ളായിരുന്നു. അപ്പോൾ കുഞ്ഞു കുട്ടികൾ മുതൽ 10ാം ക്ലാസ് 11ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ വരുമായിരുന്നു. അപ്പോൾ ഈ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലിരിക്കുന്ന കുഞ്ഞുങ്ങളോടും 12ാം ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളോടും പ്രസംഗിക്കുന്നവൻ ഒരേ കാര്യം പറയണം. ഇപ്പോൾ ഫ്രണ്ടിലിരിക്കുന്നവർക്ക് അപ്പോൾ മനസ്സിലാകുന്ന കാര്യം പറയുമ്പോൾ പുറകിലിരിക്കുന്നവർക്ക് അത് അത്ര പോലും ഇൻട്രസ്റ്റ് ഉണ്ടാകണമെന്നില്ല. ഇനി പുറകിലിരിക്കുന്നവരുടെ ഇൻട്രസ്റ്റ് സംസാരിക്കുമ്പോൾ ഫ്രണ്ടിലിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരം ഉണ്ടാകണമെന്നില്ല. അതൊരു ബുദ്ധിമുട്ടാണ് വചനപ്രഘോഷകർ നേരിടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, നമ്മൾ ടീൻസിന് സെപ്പറേറ്റ്, കിഡ്സിന് സെപ്പറേറ്റ്, യുവജനങ്ങൾക്ക് സെപ്പറേറ്റ്. അപ്പോൾ നമുക്ക് ഇച്ചിരി എളുപ്പമാണ്. എന്ന് പറയുന്നത് പോലെ ദൈവവചനം പ്രസംഗിക്കപ്പെടുന്നിടത്തെല്ലാം ഈ പ്രതിസന്ധിയുണ്ട്. കേൾവിക്കാരൻ്റെ അനുസരിച്ചും അവൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ അനുസരിച്ചാണ് ഒരുവൻ വചനം സ്വീകരിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുന്നത്. ഇപ്പോൾ രോഗശാന്തിയെക്കുറിച്ചും സൗഖ്യത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ രോഗികളായിട്ടുള്ളവർക്ക് അത് ശ്രദ്ധിക്കാനുള്ള വിഷയമായിട്ട് മാറും. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നവർക്ക് സാമ്പത്തിക പ്രതിസന്ധിയുടെ വിഷയങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവർ കൂടുതൽ ജാഗ്രതയോടെ ഇരുന്ന് ശ്രദ്ധിക്കും. എന്ന് പറയുന്ന പോലെ വ്യത്യസ്തമായ ഹൃദയമായിട്ടും വ്യത്യസ്തമായ നിലമായിട്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം, ഒരേ ശക്തിയുള്ള വചനം ഒരേ വ്യക്തി വിതയ്ക്കുന്നു. എന്നിരുന്നാലും സ്വീകർത്താവിൻ്റെ ഹൃദയം പോലെ ഇരിക്കും, മനോഭാവം പോലെ ഇരിക്കും ഫലം പുറപ്പെടുവിക്കുന്നത്. നമ്മളിപ്പോഴൊരു ധ്യാനം, ഒരു താമസിച്ചുള്ളൊക്കെ ധ്യാനമൊക്കെ നടത്തുമ്പോൾ ധ്യാനത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നമ്മൾ പറയാറുള്ള കാര്യമാണ്. കാരണം അവസാനത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കാര്യം കൂടിയാണ്. ഒരു 100 പേര് ധ്യാനം കൂടിയാൽ അതിൽ ഒരു 10 പേര് ദൈവരാജ്യത്തിന് വേണ്ടി പൂർണ്ണ സമർപ്പണം നടത്തുന്നവരുണ്ടാകും. അതായത് ആ ധ്യാനം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തിരിച്ചു പോകാത്ത രീതിയിൽ ദൈവരാജ്യത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ഒരു അനോയിന്റിങ് ലഭിക്കുന്നവർ ഒരു 20% പേര്, അല്ലെങ്കിൽ ഒരു 20 പേര് ഒരു ആത്മീയ ജീവിതത്തിൽ അല്പം കൂടി ബലപ്പെട്ട് എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ തുടങ്ങുന്നു, പ്രാർത്ഥിക്കുന്നു, കൃത്യമായ ഒരു സ്പിരിച്വൽ ഡിസിപ്ലിൻ പാലിച്ച് വിശുദ്ധ ജീവിതത്തിൻ്റെ വഴികൾ തിരഞ്ഞെടുത്ത് പോകുന്നവരുണ്ട്. പിന്നീട് വരുന്ന ഒരു 70% പേര്, അല്ലെങ്കിൽ ഒരു 50% പേര് ഇതെല്ലാം ആവേശത്തോടെയൊക്കെ സ്വീകരിച്ച് തിരിച്ചു 2-3 ആഴ്ചയൊക്കെ വലിയ ആവേശമായിരിക്കും ആത്മീയ ജീവിതത്തിൻ്റെ. അത് കഴിയുമ്പോൾ പഴയതിനേക്കാളും മോശമായിട്ട് മാറും. പിന്നെ കിടക്കുന്ന ഒരു 20% പേര് അത്ര കണ്ടുന്ന വലിയ സ്വാധീനമൊന്നും ഇല്ലാതെ 2 ദിവസം ഇവിടെ ഇരുന്ന് 3 ദിവസമൊക്കെ ഇവിടെ ഇരുന്ന് എങ്ങനെയെങ്കിലൊക്കെ ധ്യാനമൊക്കെ ഒന്ന് തീർത്ത് തിരിച്ചു പോയാൽ മതി എന്ന് വിചാരിച്ച് ആരുടെയൊക്കെ നിർബന്ധപ്രകാരം വന്നിരുന്ന് കൂടി പോകുന്നവരുണ്ട്. അപ്പോൾ വ്യത്യസ്തമായ രീതിയിലാണ് ഓരോരുത്തരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം പ്രവർത്തിക്കുന്നത്. അത് ദൈവത്തിൻ്റെ വചനത്തിന് ശക്തിയില്ലാഞ്ഞിട്ടല്ല. ആദ്യവാനം നമ്മൾ കാണുകയാണ്, യെശയ്യാ പ്രവാചകൻ വളരെ കൃത്യമായിട്ട് പറയാണ്, മഞ്ഞും മഴയും ഭൂമിയിൽ വരുമ്പോൾ അത് ഫലം പുറപ്പെടുവിക്കുന്നത് പോലെ, സസ്യങ്ങൾ കിളർപ്പിക്കുന്നത് പോലെയാണ് ദൈവത്തിൻ്റെ വചനം. അത് ഫലം പുറപ്പെടുവിക്കാതെ തിരികെ പോകില്ല. അപ്പോൾ വചനത്തിൻ്റെ ശക്തിയാൽ വചനം ഒരിക്കലും പരാജയപ്പെടില്ല. പിന്നെ പരാജയപ്പെടുന്നപ്പോഴാണ് സ്വീകർത്താവിൻ്റെ തിരസ്കരണവും അല്ലെങ്കിൽ സ്വീകരിക്കുന്ന വ്യക്തിയുടെ മനോഭാവത്തിനനുസരിച്ചാണ്. അല്ല, ദൈവത്തിൻ്റെ വചനം അത് ആത്മാവും ജീവനുമായതുകൊണ്ട് അതെന്നും ജീവൻ നൽകുന്നതാണ്. അതുകൊണ്ടാണ് ഈ വിത്തിൻ്റെയും ഈ മഴയുടെയൊക്കെ പ്രതീകങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇത് രണ്ടിൻ്റെയും റിസൾട്ട്, രണ്ടിനും ജീവനുണ്ട്. വിത്തിൻ്റെ ഉള്ളിൽ ഒരു ജീവനുണ്ട്. ആ ജീവനുള്ളത് കൊണ്ടാണ് ഒരു വിത്ത് വിതയ്ക്കുമ്പോൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അതിൽ നിന്നൊരു പുതിയ ജീവൻ വരുന്നത്. മഴ പെയ്യുമ്പോൾ മണ്ണിൽ ഉറങ്ങിക്കിടക്കുന്നതൊക്കെ ഒരു പുതുജീവനിലേക്ക് മഴയ്ക്ക് കൊണ്ടുവരാൻ പറ്റും. ഇതിനകത്തൊക്കെ ഒരു പുതുജീവനുണ്ട് എന്ന് പറയുന്ന പോലെ ദൈവത്തിൻ്റെ വചനം യോഹന്നാൻ 6:63 പറയുന്ന പോലെ ആത്മാവും ജീവനുമാണ്. അപ്പോൾ വചനം സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിച്ചാൽ, വചനത്തിന് കൊടുക്കേണ്ടതുപോലെയുള്ള പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ കൊടുത്താൽ ദൈവത്തിൻ്റെ വചനം
ദൈവം തന്നെയാണ് എന്ന് വിശ്വസിച്ച് ആ വചനത്തെ ബഹുമാനിക്കാനും ആദരിക്കാനും സ്നേഹിക്കാനും തുടങ്ങിയാൽ ദൈവവചനം നമ്മളിൽ 100 മേനിയും 30 മേനിയും 60 മേനിയും ഫലം പുറപ്പെടുവിക്കും എന്നുള്ള സത്യമാണ് ഇന്നത്തെ വായനകൾ നമ്മളെ പഠിപ്പിക്കുക. ഈ വചനം കേൾക്കുമ്പോൾ, ധ്യാനം കൂടുമ്പോൾ, കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ഇരുന്ന് ഓരോ ദിവസവും പരിശുദ്ധ കുർബാനയിലും കുമ്പസാരത്തിലൊക്കെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ മുന്നോട്ട് നമ്മൾ പുറപ്പെടുവിക്കുന്ന ഫലം എന്താണെന്നുള്ളതാണ്. എന്ത് ഫലമാണ് നാം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നത്? വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഭവനങ്ങളിലേക്ക് പോകുമ്പോൾ ഈശോ എൻ്റെ ഉള്ളിലുണ്ട്. ഈശോ സ്വീകരിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഭവനങ്ങളിലേക്ക് പോകുന്നത്. എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ പുറപ്പെടുവിക്കുന്ന ഫലങ്ങൾ, എൻ്റെ സംസാരം, എൻ്റെ പ്രവൃത്തികൾ, എൻ്റെ പെരുമാറ്റം, എൻ്റെ ബന്ധങ്ങളൊക്കെ എന്നിൽ ഈശോ ഉണ്ട് എന്നുള്ള ബോധ്യത്തോടെ ആണെങ്കിൽ ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായിട്ട് മാറുന്നുള്ളൂ. അതല്ലെങ്കിൽ ഇത് ഒരു പ്രോഗ്രാം പോലെയാണ്. വിശുദ്ധ കുർബാന ഒരു പ്രോഗ്രാമാണ്. ഓക്കെ, എല്ലാ ഞായറാഴ്ചത്തെ ഒരു പ്രോഗ്രാം. എന്താണ് പ്രോഗ്രാം? ഞായറാഴ്ച 1 മണിക്കൂർ കുർബാനയ്ക്ക് പോകണം. ഇതൊരു പ്രോഗ്രാം, ചാർട്ട് ചെയ്തിരിക്കുന്ന പ്രോഗ്രാമാണ്. അത് നമ്മൾ എന്തെല്ലാം പ്രോഗ്രാമുകൾ ചാർട്ട് ചെയ്യുന്നുണ്ട്. കല്യാണത്തിന് പോകണം, നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. മാമോദീസയ്ക്ക് പോകണം, മറ്റ് ഫംഗ്ഷന് പോകണം, ഓണാഘോഷങ്ങൾക്ക് പോകണം. ഇങ്ങനെ കുറേ ആഘോഷങ്ങളൊക്കെ ചാർട്ട് ചെയ്ത് പോയി തിരിച്ചു വന്ന് അത് പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കുന്നില്ല എങ്കിൽ ഈ വിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ നമ്മൾ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. കുരിശിൽ സ്വന്തം ശരീരവും രക്തവും മുറിച്ചും പങ്കുവെച്ചും നമുക്ക് തരുമ്പോൾ, സ്നേഹം പകുത്ത് നമുക്ക് തരുമ്പോൾ, ആ സ്നേഹം പകുത്തു കൊടുക്കാനുള്ള വിളിയാണ് വിശുദ്ധ കുർബാന നമുക്ക് തരുന്നത്. അതാണ് ഫലം പുറപ്പെടുവിക്കുക എന്ന് പറഞ്ഞത്. അപ്പൊ പകുത്ത് തരുന്ന ഒരു സ്നേഹം സ്വീകരിച്ചിട്ട് ജീവിതം അല്പം പോലും പങ്കുവെക്കാനോ, ഒന്ന് എളിമപ്പെടാനോ, ഒന്ന് മുറിയപ്പെടുന്ന അനുഭവങ്ങളെ സ്നേഹത്തിൽ സ്വീകരിക്കുവാനോ, സന്തോഷത്തോടെ ഉൾക്കൊള്ളാനോ പറ്റാത്ത ഒരു അനുഭവത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ വിശുദ്ധ കുർബാനയുടെ ഫലം പുറപ്പെടുവിക്കാത്തവരാണ് നമ്മൾ. അപ്പോൾ ഏതൊരു ആത്മീയ വിഷയമാകട്ടെ, അതിനൊക്കെ ഫലം പുറപ്പെടുവിക്കുമ്പോഴാണ് ആ ആത്മീയമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയത്തിന് അതിന് റിസൾട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഒരു വിശുദ്ധ കുമ്പസാരം നടത്തുമ്പോൾ, ഒരു കുടുംബത്തിലെ പ്രാർത്ഥന നടത്തുമ്പോൾ, വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ, ഒരു ആത്മീയ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ഒക്കെ നാം ലക്ഷ്യം വെക്കേണ്ട അതിപ്രധാനമായ ലക്ഷ്യം എന്താണ്? യേശുവിൻ്റെ സ്നേഹത്തിൽ എനിക്ക് വളരാൻ പറ്റണം. അവൻ്റെ വചനം സ്വീകരിക്കുമ്പോൾ, ഈശോയെ തന്നെ സ്വീകരിക്കുമ്പോൾ, വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ, അവനെ തന്നെ സ്വീകരിക്കുമ്പോൾ, അവനോട് ഐക്യപ്പെടുമ്പോൾ എനിക്ക് യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കാനും പകരാനും എൻ്റെ കൂടെയുള്ളവരെ, എന്നെ കണ്ടുമുട്ടുന്നവരെ, എൻ്റെ ജീവിതവുമായി അടുത്ത് ഇടപെടുന്നവരുടെയൊക്കെ ജീവിതത്തിൽ ഈ സ്നേഹത്തിൻ്റെ സ്പർശനങ്ങൾ എനിക്ക് സമ്മാനിക്കാൻ പറ്റണം. അപ്പോഴാണത് ഫലം പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ ഹൃദയം കഠിനമാക്കി, ഇന്നത്തെ വായനയിൽ നമ്മൾ കേട്ടതുപോലെ ഹൃദയം കഠിനമാക്കി വെച്ചാൽ, അല്ലെങ്കിൽ ലോകത്തിൻ്റെ ലൗകികതയുടെ വ്യഗ്രത അതുകൊണ്ട് നമ്മുടെ വല്ലാതെ അങ്ങോട്ട് അസ്വസ്ഥപ്പെടുത്തുമ്പോൾ, ദൈവസ്നേഹത്തിനുപരിയായി മറ്റു കാര്യങ്ങളിലേക്കൊക്കെ നമ്മുടെ മനസ്സ്, ഹൃദയമൊക്കെ വ്യഗ്രതപ്പെട്ട് ഓടി നടക്കുമ്പോൾ പുറപ്പെടുവിക്കേണ്ടതുപോലെ ദൈവവചനവും ദൈവസ്നേഹമൊക്കെ ഫലം പുറപ്പെടുവിക്കാതെ പോകുമ്പോൾ അതിന് കാരണക്കാര് നമ്മൾ തന്നെയാണ് എന്നാണ് ആത്മശോധന ചെയ്യേണ്ടത്. ഇന്നത്തെ ദിവസം തമ്പുരാന്റെ വചനം കേൾക്കുമ്പോൾ, ഇന്ന് നമ്മൾ വിശുദ്ധ കുർബാനയിൽ ഈശോയെ സ്വീകരിക്കും. വചനം മുറിച്ച് കർത്താവ് നമുക്ക് തരും. അപ്പസ്തോലന്മാരുടെ കൂടെ ഈശോ നടന്നു, വചനം മുറിച്ചു കൊടുത്തു. അപ്പോൾ അവിടെ ഹൃദയം ജ്വലിച്ചു. പിന്നീട് അങ്ങോട്ട് അപ്പം മുറിച്ചു കൊടുത്തപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു എന്നാണ് വചനം പറയുന്നത്. അതുകൊണ്ട് ഇന്ന് ഈ വിശുദ്ധ കുർബാനയിൽ കർത്താവിൻ്റെ വചനം മുറിയുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ ജ്വലിക്കാനും ഹൃദയത്തിൽ വിശുദ്ധീകരണം നടക്കാനും, അതോടൊപ്പം അപ്പം മുറിച്ച് ഈശോ അവരെ തന്നെ നമുക്ക് മുറിച്ച് തരുമ്പോൾ നമ്മുടെ ആത്മീയ നയനങ്ങൾ തുറക്കപ്പെട്ട് കാണേണ്ടതുപോലെ കാണാനുള്ള ഒരു ദൈവകൃപയ്ക്കായിട്ട് ഈ ബലിയിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മെ അതിന് സഹായിക്കട്ടെ. ആമേൻ.